തിരുവോണം കഴിഞ്ഞെങ്കിലും ഓണത്തിൻ്റെ ആഘോഷങ്ങൾ എവിടെയും അവസാനിച്ചിട്ടില്ല. വിവിധ നാടുകളിലും അതുപോലെ നഗര ഗ്രാമ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ വിവിധങ്ങളായിട്ടുള്ള ക്ലബ്ബുകളും അതുപോലെ സംഘടനകളും എല്ലാം അവരുടെ ഓണ ആഘോഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് എളമക്കരയിലാണ്. എളമക്കര യുവകലാ തരംഗ് എന്ന ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണാഘോഷ പരിപാടികളാണ്. അതിൽ കുട്ടികളുടെ വിഭാഗം മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചേട്ടാ, ഈ മത്സരങ്ങളൊക്കെ നിങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ സംഘടിപ്പിക്കാറുള്ളതാണോ? നമ്മൾ 1978 യുവകലാ തരംഗ് രൂപീകരിച്ചിട്ടുള്ളത്. ഇന്നേ വരെ എല്ലാ ഓണത്തിനും നമ്മൾ ഓണാഘോഷം സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഓണാഘോഷം വളരെ ചെറുതായിട്ട് നടത്തുന്നത് കാരണം ഞങ്ങൾ 45-ാം വാർഷികം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾ നടത്തിയിരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഓണാഘോഷം ഒരു ഹാളിലേക്ക് മാത്രം മാറ്റിയത്. എത്ര അംഗങ്ങളുണ്ട് നിങ്ങളുടെ ക്ലബ്ബിൽ? എത്ര ഒരു കണക്കൊക്കെ ഉണ്ടോ? 160ഓളം അംഗങ്ങൾ ഞങ്ങളുടെ യുവകലാ തരംഗിൽ ഉണ്ട്. മത്സരങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളുടെ മത്സരങ്ങൾ ഇപ്പോൾ 4-5 മത്സരങ്ങൾ സമാപിച്ചു. ഇനി 2 മത്സരങ്ങൾ നടക്കാനുണ്ട്. ഇതിന് ശേഷം വനിതാമേളയുണ്ട്. വനിതകളുടെ വടംവലി അടക്കം വിവിധങ്ങളായ മത്സരങ്ങൾ വനിതാമേളയുമായി കോർത്തിണക്കിയിട്ടുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് ഓണാഘോഷം? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാ കൊല്ലവും നിങ്ങൾ പങ്കെടുക്കുന്നതാണ്? എല്ലാ കൊല്ലം യുവകലാ തരംഗിന്റെ വഴിക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും. അടിപൊളിയായിട്ട് ഓണാഘോഷം. എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ്. സമ്മാനം കിട്ടിയോ? കിട്ടി. ഈ ആഘോഷങ്ങൾ ഇങ്ങനെ മത്സരങ്ങളൊക്കെ പുരോഗമിക്കുമ്പോൾ ഇവിടെ കുറച്ച് കൂട്ടുകാരുണ്ട്. അവര് പാട്ട് പാടാവുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആരാ പാട്ട് പാടാൻ പോകുന്നത്? പാട്ട് പാടാൻ പോകുന്ന താനാണോ? അവന്തിക. പാട്ട് ഓണപ്പാട്ട് ഓണായിട്ട് ഒരു പാട്ട് പാടുമോ? എല്ലാവരും കൈയടിക്കണം കേട്ടോ. കളമെഴുതി പൂവിടുന്നു കനകനിലാവ്, തങ്കവളകിലുക്കി പാടുന്നു കുളിർക്കാറ്റ്. കളമെഴുതി പൂവിടുന്നു കനകനിലാവ്, തങ്കവളകിലുക്കി പാടുന്നു കുളിർക്കാറ്റ്. നല്ല നല്ല മത്സരങ്ങളാണ്, വ്യത്യസ്തമായ മത്സരങ്ങളാണ് ഓരോ തവണ യുവകലാ തരംഗ് വെച്ചുകൊണ്ടിരിക്കുന്നത്, സംഘടിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വിപുലമായിട്ടുള്ള മറ്റു സ്ത്രീ വനിതാ മേളയടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. അവരവരുടെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ആന്റണി ഗ്രിഗറിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.